ആകാശവാണി കവരത്തി. ഫെൺഫോരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫോരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സംരംഭകയും കവരത്തി ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഷക്കീല. സ്വന്തം പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് ഒരു വിജയകഥ സൃഷ്ടിച്ചിരിക്കുന്ന വനിതയാണിവർ. ടെക്നോളജി രംഗത്ത് സ്ത്രീകൾക്ക് വലിയ അവസരങ്ങളുണ്ടെന്ന് തെളിയിച്ച് നിരവധി വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുകയും അവരുടെ ഭാവി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണിവർ. ആത്മവിശ്വാസം, കഠിനാധ്വാനം, സമർപ്പണം എന്നിവയാണ് ഇവരുടെ വിജയത്തിൻ്റെ പിന്നിലെ ശക്തി. കുടുംബവും കരിയറും ഒരുപോലെ മനോഹരമായി കൈകാര്യം ചെയ്ത് മറ്റുള്ള സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രചോദനമായിരിക്കുന്ന നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകാശവാണി കവരത്തിയുടെ ഫെൺഫോരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഷക്കീലാണ്. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്. ഞാൻ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തി പോകുന്നുണ്ട്. സ്വന്തമായൊരു സംരംഭം തുടങ്ങണമെന്ന ആശയം ആദ്യം എങ്ങനെയാണ് വന്നത്? എനിക്ക് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന ആഗ്രഹം ഏറെ കാലമായി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർ ട്രെയിനിങ് മേഖലയിലും നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് വിശ്വസിച്ചാണ് ഈ സംരംഭം തുടങ്ങിയത്. മാഡം, കമ്പ്യൂട്ടർ മേഖല തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? ടെക്നോളജി വളരുന്ന ഈ കാലത്ത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് ഏറെ വലിയ പ്രാധാന്യമുണ്ട്. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും വിദ്യാർത്ഥികൾക്ക് മികച്ച ഭാവി നൽകാനും കഴിയുന്ന മേഖലയാണ് എന്ന തിരിച്ചറിവാണ് ഈ രംഗത്ത് ആകർഷിച്ചതെനിക്ക്. ഞാൻ 6ാം ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വർക്ക് ചെയ്യാനും. 6ാം ക്ലാസ് മുതൽ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ട്രെയിനിങ്ങിന് പോയി. പിന്നെ +2 കഴിഞ്ഞിട്ടും ട്രെയിനിങ്ങിന് പോയി. പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ എനിക്ക് അറിയാവുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നും എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ ഈ കമ്പ്യൂട്ടർ തന്നെ പഠിക്കാൻ തുടക്കമിട്ടത് ഞാൻ 6ാം ക്ലാസ് മുതലാണ്. എനിക്ക് ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആദ്യം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്. നമ്മൾ ഏതൊരു തുടക്കത്തിലും കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാവും. ആ വീഴ്ചകളിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാണ് ഈ ഫീൽഡിൽ ഇന്നെത്തിപ്പെട്ടത്. സമൂഹത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഈ കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങിയാൽ നിങ്ങൾ വിജയിക്കുമോ, മുന്നേറുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ ഫീൽഡ് വിട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ, അതായത് ഈ ഷോപ്പ്, ഡ്രസ്സ് ഷോപ്പോ അങ്ങനെ വല്ലതും തുടങ്ങിക്കൂടെ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചത് കമ്പ്യൂട്ടറാണ്. എനിക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കണം, ഒരു സ്ഥാപനം തുടങ്ങണം, അങ്ങനെ അതാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഞാനൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. എൻ്റെ തീരുമാനം എന്തായിരുന്നു അതാണ് ഞാൻ മുന്നോട്ട് പോയത്. സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം ഉണ്ടല്ലോ, അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ട്രെയിനിങ് ഉണ്ടായിരുന്നു. കാലിക്കറ്റ് വെച്ചായിരുന്നു ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ്ങിന് പോയ ടൈമിൽ ഫസ്റ്റ് കുറേ ഇവിടെ നിന്ന് തന്നെ, ദ്വീപിൽ നിന്ന് തന്നെ കുറേ പേര് എനിക്കിത് കൊടുക്കണ്ട അങ്ങനെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രെയിനിങ്ങിൽ പൂർത്തീകരിച്ചു. എനിക്ക് ഫസ്റ്റ് കിട്ടി. ലക്ഷദ്വീപിലേക്കുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങാനുള്ള പെർമിഷൻ എനിക്ക് കിട്ടി. നിങ്ങളുടെ സെൻറ്ററിൽ ഇപ്പോൾ എന്തെല്ലാം കോഴ്സുകളാണ് നടക്കുന്നത്? AI കോഴ്സ് ഉണ്ട്, അതുപോലെ സോഫ്റ്റ്വെയർ കോഴ്സ് ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, മൾട്ടിമീഡിയ ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ്. പ്രോഗ്രാമിങ്ങിൽ വരുന്നത് കൂടുതലും സോഫ്റ്റ്വെയറിൽ വരുന്ന ഡിപ്ലോമ കോഴ്സ് DCA, PGDCA, CTTP, CTTC, അതുപോലെ അക്കൗണ്ടിങ് കോഴ്സുകൾ, MS ഓഫീസ് എക്സെട്ര എല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. സ്കൂൾ കുട്ടികൾക്ക് വെക്കേഷൻ കോഴ്സുകളുണ്ട്. 2 month കോഴ്സാണ്, 1 month കോഴ്സുണ്ട്. അത് IT മാജിക് കോഴ്സുകൾ സ്കൂൾ കുട്ടികൾക്ക്. പിന്നെ മുതിർന്നവർക്കുള്ളത് വേറെ കോഴ്സുകളുണ്ട്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതുപോലെ ടൈപ്പിംഗ് ഉണ്ട്, പിന്നെ അക്കൗണ്ടിങ് ഉണ്ട്, AI കോഴ്സുകളുണ്ട്, റോബോട്ടിക് കോഴ്സുകളുണ്ട്, എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സുകളുണ്ട്, പ്രോഗ്രാമിംഗ് C++, ലിനക്സ്, HTML എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്.
ടൈമിംഗ് ഓരോ കോഴ്സിലും വ്യത്യാസമായിരിക്കും. വെക്കേഷൻ അതായത് സ്കൂൾ കുട്ടികളുടെ കോഴ്സിൽ 1 മണിക്കൂറാണ് കോഴ്സ്. പിന്നെ നോർമൽ കോഴ്സിലാണെങ്കിൽ PGDCA ഡിപ്ലോമ കോഴ്സിലാണെങ്കിൽ 1.5 മണിക്കൂർ കോഴ്സ് ടൈം ഉണ്ടാവും ഒരാൾക്ക് ഒരു ദിവസം. ഫാമിലിയും ഈ ഒരു സംരംഭവും എങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നു? കുടുംബത്തിലെ പിന്തുണയും കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ രണ്ടും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. വീട്ടുജോലിയും ജോലിയും തമ്മിൽ എനിക്ക് കൂടുതൽ ഡിഫറെൻ്റായി തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു വീട്ടിൽ ചെയ്യുന്ന വർക്ക് അത് നീറ്റാണെങ്കിൽ നമുക്കത് ഓഫീസിലും അത് നീറ്റ് തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ വീട്ടിലെങ്ങനെയാണ് ചെയ്യുന്നത് ആ നീറ്റ്നെസ് തന്നെയാണ് നമ്മൾ ഓഫീസിലും കീപ്പ് ചെയ്ത് പോകുന്നത്. കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ആത്മവിശ്വാസത്തോടെ തുടരുക. സാങ്കേതിക വിദ്യ എന്നതും മാറിക്കൊണ്ടിരിക്കും. അത് പുതിയ രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള മനസ്സ് കാണിച്ചാൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കും. ഏതൊരു മേഖല എടുത്താലും അതിൽ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. പിന്നെ നമ്മുടെ കഠിനാധ്വാനം ചെയ്യുക. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും കഠിനാധ്വാനം ഉണ്ടാവണം. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ഫീൽഡ് എന്നത് ഇന്ന് ആൺകുട്ടികൾക്ക് മാത്രമുള്ള മേഖലയല്ല, സ്ത്രീകൾക്കും വളരെ നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഈ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന യുവതികളോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. പലപ്പോഴും അതെനിക്ക് പറ്റുമോ എന്നൊരു സംശയം വരാം. പക്ഷേ പഠിക്കാനുള്ള മനസ്സും ശ്രമിക്കാനുള്ള തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ നല്ലൊരു രീതിയിൽ മുന്നേറാൻ കഴിയും. കമ്പ്യൂട്ടർ ഫീൽഡ് വളരെ വേഗത്തിൽ വളരുന്നൊരു മേഖലയാണ്. ദിവസേന പുതിയ ടെക്നോളജികളും അവസരങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത്. ചെറിയൊരു കോഴ്സ് കൊണ്ടോ ബേസിക് നോളജ് കൊണ്ടോ തുടങ്ങാം. പിന്നീട് അനുഭവത്തിലൂടെ കൂടുതൽ പഠിക്കാം. തുടക്കത്തിലെല്ലാം പെർഫോമൻസ് ആകണമെന്നില്ല, പക്ഷേ പതുക്കെ മുന്നോട്ട് പോയാൽ മതി. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കരിയർ വളർത്താനും ഇത് നമ്മെ സഹായിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ശ്രദ്ധയും കൂടുതലായതിനാൽ കമ്പ്യൂട്ടർ ഫീൽഡിൽ വളരെ നന്നായി ഷൈനിങ് ചെയ്യാൻ കഴിയുമെന്നതാണ്. അതിനാൽ ഭയക്കാതെ മുന്നേറണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സന്ദേശമായിരിക്കും കൊടുക്കാനുള്ളത്? സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ആദ്യം പറയാനുള്ളത് ഒരു സ്വപ്നം മനസ്സിൽ ഉണ്ടാവണം എന്നതാണ്. അത് ചെറുതാണെങ്കിലും വില കുറച്ച് കാണരുത് എന്നതാണ്. പല സ്ത്രീകളും നല്ല കഴിവുകൾ ഉള്ളവരാണ്, പക്ഷേ പലപ്പോഴും ആത്മവിശ്വാസക്കുറവും എനിക്കത് സാധിക്കുമോ എന്ന ഭയവും കാരണം പിന്നോട്ട് പോവാറുണ്ട്. ആദ്യം അതിനെ മറികടക്കണം. ഏത് സംരംഭവും ചെറിയ രീതിയിൽ തന്നെ തുടങ്ങണം. നമ്മുടെ കഴിവും താല്പര്യവും മനസ്സിലാക്കി ചെറിയ ഒരു ചുവടുവെപ്പ് തുടങ്ങിയാൽ മതി. സ്ത്രീകൾക്ക് കുടുംബവും ജോലിയും ഒരുമിച്ച് നോക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷേ ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ രണ്ടും ബാലൻസ് ചെയ്യാൻ കഴിയും. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി. വിജയം എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല, പക്ഷേ ശ്രമം തുടരുന്നവർക്ക് അത് തീർച്ചയായും എത്തും. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഈ പരിപാടി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഓരോ സ്ത്രീയിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാതെ പോകുന്നു. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് കമ്പ്യൂട്ടർ ഫീൽഡ്. അതുപോലെ പലർക്കും പല പല ഫീൽഡ് ഉണ്ടാവും. ഡ്രോയിങ് ഉണ്ടാവും, അതുപോലെ ചിലർക്ക് ഡാൻസിൻ്റെ ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അതിൽ നിങ്ങൾ മുന്നോട്ട് വരിക. അത് വിജയമാവും, തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരും. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരിക തന്നെ ചെയ്യുക. ചെറിയൊരു താല്പര്യം പോലും വലിയൊരു അവസരമായി മാറാം. അതുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയക്കാതെ മുന്നോട്ട് വരണം. പഠിക്കാൻ ഒരിക്കലും വൈകിട്ടില്ല. ആത്മവിശ്വാസത്തോടെയും പരിശ്രമത്തോടും മുന്നോട്ട് പോയാൽ വിജയം നമ്മളെ തേടി വരും. കുടുംബത്തെയും സമൂഹത്തെയും മനോഹരമായി മുന്നോട്ട് നയിക്കാൻ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ
ഓരോ സ്ത്രീയും സ്വന്തം കഴിവുകൾ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ചിന്തകളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി സ്ത്രീകൾക്ക് നിങ്ങളുടെ വാക്കുകൾ തീർച്ചയായും പ്രചോദനമാകും. ഇനിയും നിങ്ങളുടെ സംരംഭം കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. എൻ്റെ അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്ന ആകാശവാണി കവരത്തി നിലയത്തോട് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി സംരംഭകയും കവരത്തി ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഷക്കീല. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി. നമസ്കാരം.